ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന ഭാഗമാണ്. അതിലെ 2ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു നമ്പറിന്റെ സ്ക്വയർ കാണണം, അതായത് 15ന്റെ സ്ക്വയർ. നമ്മൾ എന്താ ചെയ്തത്? 10+5 ആക്കി അതിനെ മാറ്റി, എന്നിട്ട് സ്ക്വയർ ഇട്ടു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഐഡന്റിറ്റി ഓർക്കുന്നുണ്ടോ? x+y² x² + 2xy + y². അതായത് ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ആദ്യത്തെ രണ്ടാമത്തും കൂടെ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി കാണും. 10 × 5 + 5². 10² 100 ആണ്. പ്ലസ് 2 × 10 × 5. 2 5s are 10 ആണ്. 10 × 10 100 + 25. അപ്പൊ 225 എന്ന് കിട്ടി. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ. അപ്പൊ 5ൽ അവസാനിക്കുന്ന സംഖ്യ തന്നെയാണല്ലോ 15, അല്ലെ? അപ്പൊ 15ന്റെ സ്ക്വയർ നമുക്ക് 225 എന്ന് കിട്ടി. ഇനി 25ന്റെ സ്ക്വയർ ഇതേപോലെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 625 എന്ന് കിട്ടും. 35ന്റെ സ്ക്വയർ കണ്ടാൽ 1225 എന്ന് കിട്ടും. 45ന്റെ സ്ക്വയർ കാണുമ്പോൾ 2025. 55ന്റെ സ്ക്വയർ കാണുമ്പോൾ 3025. ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. 5ന്റെ സ്ക്വയർ, ഈ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ലേ? എല്ലായിടത്തും 5ലാണല്ലോ അവസാനിക്കുന്നത്, അല്ലേ? അപ്പൊ എല്ലായിടത്തും സ്ക്വയർ കാണുമ്പോൾ 25ലാണ് അവസാനിക്കുന്നത്, ആണല്ലോ. ഇത് ഏത് നമ്പർ എടുത്താലും നമുക്ക് അങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ. ഇനി 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണല്ലോ 15, 25, 35, 45 എക്സെട്ര. ഇതിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എത്ര വരും? 15/10. കോഷ്യന്റ് 1 അല്ലെ? ഹരണഫലം 1 വരത്തുള്ളൂ. റിമൈൻഡറോ 5. അപ്പൊ കോഷ്യന്റ് 1ഉം റിമൈൻഡർ 5ഉം. ഇനി ഈ അടുത്ത നമ്പർ 25. 25നെ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 25/10. കോഷ്യന്റ് എത്ര വന്നു? 2 വന്നു. ഹരണഫലം 2 വന്നപ്പോൾ 2 × 10 20, റിമൈൻഡർ 5. അപ്പൊ ഹരണഫലം 2 കിട്ടി, റിമൈൻഡർ വീണ്ടും 5, മിച്ചം 5. അടുത്ത നമ്പർ 35. 35നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എത്ര വരും? 3 വരും. 3 10s ആണ് 30, റിമൈൻഡർ 5. അപ്പൊ കോഷ്യന്റിന്റെ ഹരണഫലം 3ഉം റിമൈൻഡർ മിച്ചം വരുന്നത് 5ആണ്. അങ്ങനെ ഏത് നമ്പറും അതായത് 5ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അഥവാ മിച്ചം വരുന്നത് 5 തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം നമുക്ക് നോക്കാം. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് മാറുന്നുള്ളൂ, റിമൈൻഡർ മാറുന്നില്ല. അപ്പൊ എങ്ങനെ എഴുതാം? ഒരു 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം 10n. 10 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. n ആണ് നമ്മുടെ കോഷ്യന്റ് അഥവാ ഹരണഫലം. ഇതിനെ നമുക്ക് n എന്ന് എടുക്കാം. പ്ലസ് ഇപ്പൊ 10n എന്ന് പറയുമ്പോൾ അത് 10ന്റെ മൾട്ടിപ്പിൾ ആയി. പക്ഷെ മൾട്ടിപ്പിളിനേക്കാളും എത്ര മിച്ചം വരുന്നുണ്ട്? 5 മിച്ചം വരുന്നുണ്ട്. അപ്പൊ 5 കൂട്ടി എഴുതണം, അല്ലെ? അപ്പൊ ഇതാണ് ഒരു 5ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം. ഇനി ഇതിന്റെ സ്ക്വയർ നമുക്ക് കാണാം. ഇതിന്റെ സ്ക്വയറിന് കാണുമ്പോൾ അവിടെ മിച്ചം എന്താണ് വരുന്നത്, റിമൈൻഡർ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ ഇത് x+y² ഫോം അല്ലേ? അപ്പൊ 10n ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. അപ്പൊ 10ന്റെ സ്ക്വയർ 100 ആണ്. 100n² എന്ന് എഴുതാം. പ്ലസ് 2 × 5 10, 10 × 10 100n പ്ലസ് 25 എന്ന് വന്നു. അപ്പൊ 10n + 5² ചെയ്തപ്പോൾ 100n² പ്ലസ് 100n പ്ലസ് 25 എന്ന് കിട്ടി. ഇവിടെ ആദ്യത്തെ രണ്ടിടത്ത് 100 കോമൺ ആണല്ലോ. 100 × n² + n
പ്ലസ് 25 എന്ന് എഴുതാം. അതായത് n² പ്ലസ് എന്നിനെ 100 കൊണ്ട് ഗുണിച്ചിട്ട് 25 കൂട്ടിയാൽ മതി. ഈ n² പ്ലസ് n വീണ്ടും n കിടപ്പുണ്ടല്ലോ കോമൺ ആയിട്ട്. അപ്പൊ 100 n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാമല്ലോ, പ്ലസ് 25 എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ n എന്താണ്? ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, n ആണ് ഹരണഫലം അഥവാ കോഷ്യന്റ് അല്ലേ. അപ്പൊ 65ന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. 65 എന്ന് പറയുമ്പോൾ 60 പ്ലസ് 5 അല്ലേ, ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ എന്താ കോഷ്യന്റ് എത്ര വരും? 6 വരും അല്ലെ. 65നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 6 വരുന്നത് അല്ലെ. ഇവിടെ 65ന്റെ സ്ക്വയർ എത്ര വരും നമുക്ക് നോക്കാം. 4225 വരും. അതായത് ഇവിടെ നോക്കിക്കേ, 100ന് കോഷ്യന്റ് 6 ആണല്ലോ, 6 കൊണ്ട് n 6 ആണ്. 6 പ്ലസ് 1 7 പ്ലസ് 25 എന്ന് വരും. കാരണം 65നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം കോഷ്യന്റ് 6 ആണ് കിട്ടിയത്. അതാണ് n. പിന്നെ n പ്ലസ് 1 എന്ന് പറയുന്നത് 7 പ്ലസ് 25. അപ്പൊ ഈ 4225 കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 6 ഗുണം 7 എത്ര? 42. 4200 പ്ലസ് 25. അപ്പൊ 4225 എന്ന് കിട്ടിയല്ലോ അല്ലെ. ഇനി ഇതെങ്ങനെ നമുക്ക് എളുപ്പ രീതിയിൽ ചെയ്യാം, അതായത് 5ൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും സ്ക്വയറിനെ എങ്ങനെ എളുപ്പ രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് എന്താ കിട്ടുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് 5ൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് കോഷ്യന്റിന് അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 100 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന് കുറെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 35ന്റെ സ്ക്വയർ വേണം. 35നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോഷ്യന്റ് എത്ര വരും, അഥവാ ഹരണഫലം എത്ര വരും? 3 വരും അല്ലെ. ഇനി അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 3 പ്ലസ് 1 എത്രയാണ്? 4. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്താൽ മതി. 3 4s are എത്ര? 12. 12നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1200. അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്യുമ്പോൾ 1225 കിട്ടും. അതല്ലേ ആൻസർ. അപ്പോൾ അത് നമുക്ക് താഴോട്ട് എഴുതിയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. കാരണം ഈ 5 5s ആണ് ആൻസറിൽ ലാസ്റ്റ് വരുന്ന 25. ഇനി കോഷ്യന്റ് ആണ് ഇവിടെ കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുക. ഈ 5ന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കും. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ 3 പ്ലസ് 1 4 ആയാലും ആ 4നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 3s are 12. 1225 കിട്ടി. ഇനി 55 × 55 ആണ് വേണ്ടത്. അതായത് 55ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഈ 5 5s are എത്രയാണ്? 25 വന്നു. പിന്നെ ഇവിടെ മുകളിൽ 5ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. എന്നിട്ട് 6 ആയി. ആ 6നെ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 വന്നു. ആൻസർ എത്രയാണ്? 3025. ഇനി 25നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ 5 5s are എത്രയാണ്? 25 ആണ്. ഇനി ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 2 പ്ലസ് 1 3. 3 2s are 6. 625. ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സിന് മാത്രമല്ല 3 ഡിജിറ്റ് നമ്പേഴ്സിനും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 195ന് സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെയും 5ലാണല്ലോ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 5 5s are നമുക്കറിയാം എത്രയാണ്? 25 ആണ്. ഈ 90ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 20 വന്നു. 20 × 19 എത്രയാണ്? 380. അപ്പൊ ആൻസർ 38025. ഇനി 125ന്റെ സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ ഈ 5 5s are 25 നമ്മൾ എഴുതി. 12ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 13 വന്നു. 13നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3 2s are 6. 2 3 1. 15625 ആണ് ആൻസർ. അപ്പം നമുക്ക് ലോങ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമായി.
ഇനി നമുക്ക് ഏത് നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും റിമൈൻഡർ നോക്കാം. ഡിവൈഡ് എനി നമ്പർ ബൈ 3. നമുക്കറിയാം റിമൈൻഡർ എന്തൊക്കെയാ വരത്തുള്ളൂ, മിച്ചം എന്തൊക്കെയാ വരത്തുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2. ഈ റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ അതെന്താ അർത്ഥം? അത് ആ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്നർത്ഥം അല്ലെ. അപ്പൊ ഇനി റിമൈൻഡർ 1ഓ 2ഓ വരുന്ന കേസ് നമുക്ക് നോക്കാം. അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത നമ്പേഴ്സ്. അപ്പൊ അത് ഏതൊക്കെയാ? നമുക്ക് 1 എടുക്കാമല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 2 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 3 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, അപ്പൊ നമ്മൾ അത് എടുക്കുന്നില്ല. ഇനി 4 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 5 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. ഇനി ഈ നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നു. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ അഥവാ മിച്ചം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. നമ്മൾ ഇതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരുന്നു? 1 തന്നെ വരുന്നു. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നു. 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വന്നു. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 1 വന്നു. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മിച്ചം 1 വന്നത്. ഇങ്ങനെ ഇപ്പം നമ്മളിവിടെ 4 നമ്പേഴ്സേ എടുത്തുള്ളൂ. ഇങ്ങനെ ഏത് നമ്പർ വന്നാലും മിച്ചം 1 അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമൈൻഡർ 1 വരുന്ന കേസ് ആദ്യം എടുക്കാം. റിമൈൻഡർ 1 വരുന്ന കേസിൽ റിമൈൻഡർ 0 വേണ്ടല്ലോ, അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. റിമൈൻഡർ 1ഓ 2ഓ വരുന്നതാണല്ലോ വേണ്ടത്. അതിന്റെ ഓൾജിബ്രൈക് ഫോം എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 3n ആണ്. റിമൈൻഡർ 1 വരണമെങ്കിൽ +1. ഇനി ഇതിന്റെ സ്ക്വയർ കാണണമല്ലോ. സ്ക്വയർ കാണുമ്പോൾ എന്ത് വരും? ആദ്യത്തെ ടേം 3n സ്ക്വയർ പ്ലസ് 2 ടൈംസ് 3n × 1 പ്ലസ് 1 സ്ക്വയർ. അപ്പൊ 3യുടെ സ്ക്വയർ 9, 9n സ്ക്വയർ പ്ലസ് 2 3s are 6, 6 × 1 6, 6n പ്ലസ് 1. ഇനി 3 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ മൾട്ടിപ്പിൾ ഓഫ് 3 ആക്കാവോ നോക്കാം. 3 ടൈംസ് 3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ 3 ടൈംസ് 3 ആണ് 9. 3 × 3 9, n സ്ക്വയർ പ്ലസ് 6n നിന്ന് 3 എടുത്തു കഴിയുമ്പോൾ 2 അല്ലേ വരുന്നത്. 3 2s are അല്ലേ 6, 6n പ്ലസ് 1. അപ്പൊ ഇതും മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 അല്ലേ. ഈ 3n പ്ലസ് 1 ആണല്ലോ നമ്മുടെ ഓൾജിബ്രൈക് ഫോം. അതായത് 3n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതും മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 ആണല്ലോ. അപ്പൊ അതേ ഫോമിലാണല്ലോ ഇതും കിടക്കുന്നത്. അപ്പൊ റിമൈൻഡർ ഇവിടെ 1 ആണ്. അതിന്റെ സ്ക്വയർ എടുത്തപ്പോഴും റിമൈൻഡർ എന്താണ്? 1 ആണ് അല്ലെ. ഇനി നമുക്ക് റിമൈൻഡർ 2 വരുന്നത് നോക്കാം. റിമൈൻഡർ 2 വരുമ്പോൾ 3n പ്ലസ് 2 എന്ന് വരും അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്നാ വരുന്നത്. നമുക്ക് അതിന്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. 3n പ്ലസ് 2ന്റെ സ്ക്വയർ. ഫസ്റ്റ് ടേം 3n സ്ക്വയർ പ്ലസ് 2 ടൈംസ് 3n × 2 പ്ലസ് ലാസ്റ്റ് ടേം 2ന്റെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9, അപ്പൊ 9n സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 3s are 6, 6 2s are 12n പ്ലസ് 2 സ്ക്വയർ 4 എന്ന് എഴുതി. അപ്പൊ നമുക്കിവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. നമുക്ക് അറിയാം 4നെ 3 + 1 എന്ന് എഴുതാം. 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 എന്ന് എഴുതാം. 3 + 1 ആണല്ലോ 4. ഇനി ഇത്രയും ഭാഗം 3യുടെ മൾട്ടിപ്പിൾ അല്ല. 9 3യുടെ മൾട്ടിപ്പിൾ ആണ്, 12 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3യും 3യുടെ മൾട്ടിപ്പിൾ ആണ്. പ്ലസ് എന്താണ് വന്നത്? റിമൈൻഡർ 1 ആണ് വന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 അല്ലേ. അപ്പൊ മിച്ചം എത്രയാണ് വന്നത്? 1 ആണ് വന്നത്. അപ്പൊ റിമൈൻഡർ 1 ആണെങ്കിലും 2 ആണെങ്കിലും അതിന്റെ സ്ക്വയർ എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം എത്രയേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. അത് തന്നെയാണല്ലോ ഇവിടെ നമ്മൾ ഈ ചെറിയ എക്സാമ്പിളുകളിലും കണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത ഏത് നമ്പർ എടുത്താലും അതിന്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരത്തുള്ളൂ. അപ്പൊ ഈ 2 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പേജ് നമ്പർ 45 ക്വസ്റ്റ്യൻസ് ചെയ്യാം.